ഹലോ, അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു കറ്റാർവാഴ വെച്ചിട്ടുള്ള ഹെയർ കെയറിന്റെ വീഡിയോ ആണ്. കറ്റാർവാഴന്റെ ഗുണങ്ങളൊക്കെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മുടി വളരാനും താരം മാറാനും പിന്നെ സ്കിന്നിലുള്ള ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഇത് ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെയുള്ള ഫ്രഷ് കറ്റാർവാഴയാണ് എടുക്കുന്നത്. കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ഈ യെല്ലോ കളറിൽ ഇട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് വേണോട്ടോ എടുക്കാനായിട്ട്. അത് കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിലുള്ള രണ്ട് മുള്ളു പോലെ ഇരിക്കുന്ന സംഭവങ്ങളും കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് എന്തോരാണ് ആവശ്യം എന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തതിന്റെ നടുവേന്ന് ഒന്നും കൂടെ സ്ലൈസ് ചെയ്തെടുക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മടിയായിട്ടോ. ഞാനിതിപ്പോൾ ഒരു 4ാമത്തെ തവണയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മാറ്റം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. അത് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ നമുക്കൊരു ചേഞ്ച് വരുന്നത്. ആദ്യം തന്നെ മുടിയത്തെ ചടയൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. കൈവച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്കാൽപ്പ് മസാജറാണ്. തല നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വേണേ നമ്മൾ ഈ പാക്കൊക്കെ ഏതാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലും അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതേപോലത്തെ ഹെയർ കെയർ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മസാജ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണേ. ഞാൻ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കാം കേട്ടോ. അത് തീരുമ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുടി കെട്ടി വെക്കാം. ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. ഷാമ്പു ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ.